നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് BTS ടിക്കറ്റിന് കൺസേർട്ട് കിട്ടി, ചിലപ്പോൾ പോകുന്നവരും ഡൗട്ടാണ്, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള ആൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ഇന്നത്തെ വീഡിയോ അതല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ടിക്കറ്റ് അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് അല്ല, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും എന്താ വെച്ചാൽ ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് എന്ന് വെച്ചാൽ 3 മുതൽ 5 ദിവസത്തിനകം നിങ്ങൾക്ക് എൻ്റർ പാക്കുന്നതിന് ടിക്കറ്റ് വരുമെന്നു 2 പ്രാവശ്യം അയച്ച് ബൈ മിസ്റ്റേക്ക് ആയിരിക്കും, ശരിക്കും നോർമലി ഒരു പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ അത് രാവിലെ വന്നത് 9 മണിക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ടൈം 2 മണി. അപ്പോൾ എനിക്ക് 12 മണിയാകുമ്പോൾ എനിക്ക് പോസ്റ്റ്മാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നുഹയിലാണോ ഒരു ലെറ്റർ ഉണ്ട്, എൻ്റർ പാക്കുന്നൊരു സംഭവമുണ്ട്, രജിസ്റ്റേർഡ് ആണ്, നിങ്ങൾ ഒപ്പിട്ട് റിസീവ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഡൗട്ടായി. ഞാൻ ശരിക്കും ഇൻ്റർപാക്കിൽ 2-3 ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് അൾട്രാ ഒരു DJ ഫെസ്റ്റിവൽ ഉണ്ട് അടുത്ത ആഴ്ച എടുക്കുന്നത്, അതിൻ്റെയൊക്കെ ടിക്കറ്റൊക്കെ റിസർവ് ചെയ്യണം, അതായിരിക്കും. എന്നാലും സാധനം കൈമ കിട്ടി. സാധനം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് അതിൽ BTSൻ്റെ ഇതുണ്ട്. പിന്നെ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ള എൻ്റെ സീറ്റ് റിസർവേഷന് കിട്ടി. അത് എവിടെ ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു അപ്സെറ്റ് ഉണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇൻ്റർ പാർക്കിൽ നിന്ന് വരുന്ന ടിക്കറ്റ്. ഇതാണ് ഇൻ്റർ പാർക്കിൻ്റെ ഇതൊക്കെ ഉണ്ട് കണ്ടാ. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഓപ്പൺ ചെയ്യുകയാണ്, നമുക്ക് നോക്കാം. ഇത് എവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട ടിക്കറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ടിക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. നോക്കാം. വാവ്. അപ്പോൾ മ്യൂസിക്കൽ ഇതാണ് ടിക്കറ്റ്, ഫ്രണ്ട് ബാക്ക്. അപ്പോൾ അതിൻ്റെ സെൻട്രൽ എന്തോ ഉണ്ട്. സെൻട്രൽ എന്ന് വെച്ചാൽ ഇതാ കണ്ടാ ഒരു മിനിറ്റ്, അതിലെൻ്റെ ടിക്കറ്റ് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലുള്ളത് വെച്ചാൽ ബാക്ക് സൈഡ് പ്രശ്നമില്ല. അപ്പോൾ ഇതിലെൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ടിക്കറ്റ് നമ്പറും സീറ്റ് നമ്പറൊക്കെ ഉണ്ട്. എന്തായാലും എൻ്റെ ടിക്കറ്റ് നമ്പർ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചത്. എൻ്റെ സീറ്റ് നമ്പറൊക്കെ ഉണ്ട്, 6 മണിക്ക് ഇതൊക്കെ ഉണ്ട്. ഇതാണ് ടിക്കറ്റ്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കവർ ചെയ്യട്ടെ. ഓക്കെ, ഇതാണ് BTS കൺസേർട്ടിൻ്റെ ടിക്കറ്റ്, ഫ്രണ്ട് ബാക്ക്. ഇതാക്കും. നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ടിക്കറ്റ് നമുക്ക് വേണമെങ്കിൽ കളക്ട് ഫ്രം ദി സ്റ്റേഡിയം ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് ബാക്ക് 4000 പോകണം. എനിക്കാകെ ടിക്കറ്റിന് എക്സ്പെൻസ് ആയത് 4000 പോണ്. അതായത് ഏകദേശം ഇന്ത്യയുടെ 250 രൂപ. ഇത് ഇൻ്റർ പാർക്കിൻ്റെ സാധാരണ ഇതൊക്കെ ഇൻ്റർ പാർക്കിൻ്റെ ആഡാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റ് എൻ്റെ സീറ്റിംഗ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സീറ്റിങ്ങിൽ എൻ്റെ സീറ്റ് അല്ല എനിക്ക് ശരിക്കും കിട്ടിയത്, എനിക്ക് കിട്ടിയ സ്റ്റാൻഡിങ് ആണ്. അതുകൊണ്ട് ചെറിയൊരു അപ്സെറ്റാണ്. അതുമല്ല സീറ്റിങ് സാധാരണ കൺസേർട്ട് പോകുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു സീറ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ സീറ്റ് എന്ന് വെച്ചാൽ ഇതാണ്ട ഈ ഡോട്ടില്ലേ, അതാണ് എൻ്റെ സീറ്റ്. ഇതാണ് സ്റ്റേജ്. അതായത് ഞാനും അതായത് ഇവിടെ സ്റ്റേജിൽ അവർ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും ഫ്രണ്ട് റോയിലാണ് എൻ്റെ സീറ്റ്. അതുകൊണ്ട് സ്റ്റാൻഡിങ് ആയതുകൊണ്ട് തന്നെ ആ വ്യൂ, അതായത് ചിലപ്പോൾ ഞാൻ ജസ്റ്റ് ഇത്ര ഡിഫറൻസ് ആയിരിക്കുമുള്ളത്, അതായത് തോന്നുന്നു. കാരണം ചിലപ്പോൾ ഒരു ബാരിക്കേഡ് ഉണ്ടാവും എന്തായാലും. പക്ഷേ സ്റ്റേജിൽ ഒരാളായിട്ടില്ലായിരിക്കും സ്റ്റേജ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കേണ്ടി വരും. പിന്നെ അതുമല്ല ഞാനിപ്പം സീറ്റ് പ്രിഫർ ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ കുറച്ച് ബാക്കിലോട്ടായിട്ട്. അതായത് ഞാൻ കാണിച്ചു തരാം. ഞാൻ സീറ്റ് പ്രിഫർ ഇത് ഭയങ്കര ഫ്രണ്ടിലാണ്. ഇതാണ് മൊത്തം സീറ്റിങ്ങിൻ്റെ സംഭവം. വേണ്ട ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ഉള്ളത് ഓക്കെ സോറി, ഇതാണ് സീറ്റിങ്ങിൻ്റെ മൊത്തം. ഞാനുള്ളത് G3, അതായത് ഏറ്റവും സെൻട്രൽ. പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ആയിട്ടാണ്, അതായത് G7 G8 ആണ്, കുറച്ച് ബാക്കിൽ. അപ്പോൾ നമുക്ക് എല്ലാവരും അടിപൊളി കാണാം. ഇത് ഏറ്റവും ഫ്രണ്ടിൽ G3 ആണ് ഏറ്റവും ഫ്രണ്ടിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ വേണ്ട ഏറ്റവും ഫ്രണ്ടായി, കുറേ ഫ്രണ്ടിലായി പോയി. അതാണ് എനിക്ക് ജസ്റ്റ് ഒരു അപ്സെറ്റ്. കാരണം കൺസേർട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലോങ് കാണാം. അതാണ് കൺസേർട്ട് കാണാനുള്ള ഒരു രസം. അതുമല്ല ഈ ഒരു കൺസേർട്ടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ജാവിക്കും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജാവി പറഞ്ഞു വെച്ചാൽ നമുക്ക് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോകാനുള്ള ചാൻസസ് കുറച്ചും കൂടി കൂടുതലുണ്ട്. കാരണം ജാവിക്കും പിന്നെ വേറൊത്തിനും പയ്യനും കിട്ടിയതുകൊണ്ട് അവർ പറഞ്ഞു വെച്ചാൽ നമുക്ക് കാർ എടുത്ത് പോകുന്നു. അത് എന്തായാലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ടിക്കറ്റ്. അതായത് ഈ ഒരു കൺസേർട്ട് കൊണ്ട് നമ്മളിവിടെ ആപ്പ്, നമ്മൾ സെക്കൻഡ് ഹാൻഡൊക്കെ മേടിക്കുന്ന ഒരു ആപ്പ്. ആ ആപ്പിൽ പോലും ട്രെയിൻ ടിക്കറ്റ് ബൂസാൻ്റെ, അതായത് ആ ഡേറ്റിനുള്ള ബൂസാൻ ടു അപ്പ് ആൻഡ് ഡൗണിലെ ട്രെയിൻ ടിക്കറ്റ് ഡബിൾ റേറ്റാണ് ബ്ലാക്കിൽ വെക്കുന്നുള്ളത്. ഡബിൾ റേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വേണ്ട ഇതൊക്കെ ടിക്കറ്റ് കണ്ടാ
ആ ഡേറ്റ് 15-ാം തീയതി എന്നുള്ള ടിക്കറ്റ് എല്ലാം ഡബിൾ റേറ്റ് ബ്ലാക്കിൽ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. അതായത് 35,000 ടിക്കറ്റിന് അവർ വെക്കുന്നത് 70,000 പോൺ. അതായത് ടിക്കറ്റ് എല്ലാം ഫുള്ളി റിസർവ്ഡ് ആണ്, ട്രെയിൻ, ഫ്ലൈറ്റ്, ബസ് എല്ലാം. അപ്പോൾ എന്തായാലും ട്രെയിൻ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ ഡൗട്ട്, ബ്ലാക്കിൽ പിന്നെ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിക്കാൻ അത് വെറുത്താണെന്ന് അറിയത്തില്ല. അതിനേക്കാൾ നമുക്ക് ചീപ്പർ വെച്ചാൽ 2-3 പേരുണ്ടായാൽ ഒരു കാർ എടുക്കാം, നമുക്ക് പോവാം. റെൻ്റേ കാർ എടുത്താൽ അത്രയും എക്സ്പെൻസ് ആവുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഞാൻ എന്തായാലും സീറ്റ് ഇത്ര ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം ഇത്ര അടുത്തുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും ഇത്ര മാത്രം ഫ്രണ്ടിൽ കാണുന്നില്ല. കാരണം സ്റ്റേജ് വലിയൊരു സ്റ്റേജ് അല്ലേ. ചിലപ്പോൾ ഉദാഹരണത്തിന് 6 വന്നിട്ടായിരിക്കും എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ വി ആയിരിക്കും. പക്ഷെ നമ്മൾ 7 പേരും കാണുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി ബാക്കിൽ പോകണം. അപ്പോൾ ആ ഒരു ടിക്കറ്റ് ചെറിയൊരു ഡിസപ്പോയിൻ്റ് അല്ലാത്ത ബാക്കിയെല്ലാം ഓക്കെ. പക്ഷേ സ്റ്റാൻഡിങ്, അതാണ് വേറൊരു പ്രശ്നം. 2 മണിക്കൂർ ഏകദേശം കൺസേർട്ട്, 1.5 മണിക്കൂറിന് കൺസേർട്ട് ഉണ്ടെന്ന് തോന്നുന്നു, 90 മിനിറ്റ്സ്. 2 മണിക്കൂർ മുമ്പ് നമ്മൾ നേരത്തെ എത്തണം. അപ്പോൾ ഈ ഒരു 3-4 മണിക്കൂർ കണ്ടിന്യൂസ് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടാസ്ക്കാണ്. അതിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ഞാൻ പോർട്ടബിൾ ചെയർ കൊണ്ടുപോകാൻ പറ്റുന്ന കൊണ്ടുപോകും. ഈ 4 മണിക്കൂറൊക്കെ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടാസ്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ. എന്തായാലും നിങ്ങൾക്ക് ഈ ടിക്കറ്റ് കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ എൻ്റെ സീറ്റിങ്ങിൻ്റെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്താണെന്ന് തോന്നുന്നു. എറ്റ് ടു കം, ഒന്നും കൂടി കണ്ടോ, BTS എറ്റ് ടു കം. ഇതാണ് എൻ്റെ സീറ്റ് നമ്പറും ലൊക്കേഷനൊക്കെ ഉള്ളത്. സീറ്റ് നമ്പർ പ്രശ്നമില്ല, എൻ്റെ റിസർവേഷൻ മാത്രം ഞാൻ ഹൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. പിന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് പറഞ്ഞു. എല്ലാവരും വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളത് ഡീറ്റെയിൽ ആയി എനിക്ക് കുറേ കമൻറ്റ് ചെയ്യും, നല്ല ഹാപ്പിയാണ്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ആ സീറ്റിൻ്റെ സംഭവം ഇട്ടപ്പോൾ തന്നെ ആൾക്കാർ കുറേയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തായാലും താങ്ക് യു. പിന്നെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് ലൈവ് ഇടുക. യൂട്യൂബിൽ കുറച്ച് ടാസ്ക്കാണ് ചെയ്യുന്നത്. അത് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ഇടാൻ പറ്റും. അപ്പോൾ അടുത്ത പ്രാവശ്യം മിക്കവാറും ഇനി വീഡിയോ BTS കൺസേർട്ടിൻ്റെ ആയിരിക്കും. പോകുന്നുണ്ടെങ്കിൽ പോകുന്നുള്ള ഡീറ്റെയിലുള്ള വീഡിയോ, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്നുള്ള വീഡിയോ ആയിരിക്കും. ഓക്കെ, ബൈ.